ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. നമ്മുടെ കാനഡയ്ക്ക് അപ്ലൈ ചെയ്യുന്ന PR-ന് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ആ ഡോക്യുമെൻറ്റ്സൊക്കെ ഡബിൾ ചെക്ക് ചെയ്യാം നമുക്ക് ഒരു വിസ റിജക്ഷൻ കിട്ടാതെ. അപ്പോൾ അതിലൊരുപാട് പേരൊരു എന്താ പറയുക ക്വയറി ആയിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഗൾഫ് കൺട്രീസിലൊക്കെ കേട്ടിരിക്കുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് വിസ റിജക്റ്റ് ആവാനും അതുപോലെ തന്നെ ബാൻ കിട്ടാനൊക്കെ ചാൻസസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെ പറ്റിയിട്ടൊന്ന് ഇത് ചെയ്തപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ആക്ച്വലി നമ്മൾ സ്പെഷ്യലി കാനഡ പോലത്തെ ഒരു കൺട്രിയിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇവിടേക്ക് വരാനായിട്ട് നോക്കുമ്പോൾ നമ്മൾ അവിടെ എല്ലാ ഡോക്യുമെൻറ്റ്സിലും കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് പക്ക ജെനുവിൻ ആയിരിക്കണം. അപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ അതിലിപ്പോൾ ഒരു 2 കേസസ് ഉണ്ട്. വിസ അവർ ഈ പറഞ്ഞ പോലെ റിഫ്യൂസ് ചെയ്യാം, അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് യൂഷ്വലി വരുന്ന റിജക്ഷൻ എന്ന് പറയുന്നത്, അതായത് അവർ നമുക്ക് ഇൻസഫിഷ്യൻറ്റ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള റിജക്ഷനാണ്. അങ്ങനെ വരുന്ന റിജക്ഷൻസിൽ നമുക്ക് യാതൊരുവിധ പ്രോബ്ലംസും ഉണ്ടാവാറില്ല. കാരണം നമുക്ക് സ്പെഷ്യലി അവരെന്താണോ ഡോക്യുമെൻ്റ് മിസ്സായിട്ടുള്ളത് ആ ഡോക്യുമെൻ്റ് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ റിജക്റ്റ് ആക്കിയിട്ട് നമുക്കത് തിരിച്ചയക്കും. അത് നമ്മൾ കഴിയുമ്പോൾ നമ്മൾ എന്താണോ ഡോക്യുമെൻ്റ് മിസ്സിങ് അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് നമ്മൾ രണ്ടാമത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി പതിവ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഒരു എന്താ പറയുക, എല്ലാവരുടെയും ഈ ഒരു റീസണായിട്ട് റിജക്റ്റ് ആയിക്കോണമെന്നില്ല. ഇപ്പോൾ ഓൺ പ്രോസസ്സിങ് ടൈമിൽ ഞാൻ മുമ്പ് പറഞ്ഞിരുന്ന പോലെ തന്നെ അവർ ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻസ് നടത്തും. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനിൽ നമ്മളിപ്പോൾ ഗൾഫ് കൺട്രി അല്ലെങ്കിൽ അവിടേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ സബ്മിറ്റ് ചെയ്ത് പോകുന്നവരുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഇങ്ങനത്തെ കൺട്രികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ സ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു ഫ്രോഡ് ഡോക്യുമെൻറ്റും സബ്മിറ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആവുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ടൈം കാനഡയിലേക്ക് ബാൻ അടിച്ച് വിടാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ കാനഡ മാത്രമായിരിക്കില്ല, നിങ്ങൾക്ക് വൺസ് കാനഡയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ഫ്രോഡ് ഇത് കിട്ടിയിട്ട് ബാൻ അടിച്ച് വിട്ടാൽ തന്നെ അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും ഒട്ടുമിക്ക കൺട്രികളുടെ ഇതായിട്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു യൂറോപ്യൻ കൺട്രിയിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു നോർത്ത് അമേരിക്കൻ കൺട്രികളിലേക്കൊക്കെ പിന്നീട് ട്രൈ ചെയ്യുമ്പോഴായാലും നിങ്ങൾക്ക് അത് വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഒരിക്കലും നിങ്ങളുടെ ഒരു വിസ അപ്രൂവായി കിട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്ത് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു സില്ലി ആയിട്ട് എടുക്കരുത് അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മുടെ ഫയൽ അവിടെ വൺസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിലോ എന്തിലും നമുക്ക് ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പോൾ അതിൽ ചെറിയ കേസസ് ഉണ്ട്, നമ്മൾ അറിയാതെ ചെയ്തു പോകുന്ന ചില കേസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കേസുകൾ ഒരിക്കലും നമ്മൾ വിട്ടു പോകരുത്. കാരണം ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കും ആ ഒരു മിസ്റ്റേക്ക് പറ്റിയിരുന്നു. കാരണം ഞാൻ പണ്ട് സിംഗപ്പൂരിൽ പോയി അവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ അവിടെ പഠിച്ചിരുന്നു. അവിടെ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടുത്തെ എസ്പാസിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഇൻ്റർനാഷണൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവാത്തത് കൊണ്ട് അത് അവർ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ ആ വിസ അവിടെ നിന്ന് അപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിരുന്നു, എലിജിബിൾ അല്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എൻ്റെ കാനഡയ്ക്കുള്ള PR ഫയൽ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ആ ഒരു ഇൻഫർമേഷൻ വെക്കാനായിട്ട് മിസ്സായി. പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനൊരു ഇൻഫർമേഷൻ, അതായത് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും കൺട്രിയിൽ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ജെന്യുവനായിട്ട് വെക്കുക. യാതൊരുവിധ പ്രോബ്ലം അതിൽ നിങ്ങൾക്ക് ഇവിടെ വരില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ക്രിമിനൽ റെക്കോർഡ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും ഫോൾസ് ആയിട്ട് എന്തെങ്കിലും ഫ്രോഡിൻ്റെ രീതിയിലുള്ള അവർ കണ്ടുപിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ ബാനും വിസ റിജക്ഷനും മോസ്റ്റ്ലി വരാം. അല്ലാത്ത കേസസിൽ ഇപ്പം നമുക്കിപ്പോൾ ഒരു കൺട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്തു PR-ന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു നമ്മുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ആവാത്തത് കൊണ്ട് നമ്മുടെ വിസ റിജക്റ്റായി. പക്ഷേ നിങ്ങൾ ആ ഒരു വിസ റിജക്റ്റ് ആയത്
അയ്യോ അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇവർ ഇത് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രോബ്ലം ആവോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും അത് ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കരുത്. നിങ്ങൾ ജെനുവിനായിട്ടുള്ള ഡീറ്റെയിൽസ് അതിൽ മെൻഷൻ ചെയ്യുക, അതിൻ്റെ കമൻസിൽ എഴുതുക, ഇന്ന റീസൺ കൊണ്ട് എൻ്റെ വിസ റിജക്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങളത് മെൻഷൻ ചെയ്യാതെ ഇവരുടെ വെരിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ടൈമിൽ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ബാൻ അടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു ഇതിൻ്റെ അണ്ടറിൽ ഇടാനായിട്ട് വളരെ ചാൻസസ് ഉണ്ട്. നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും, നിങ്ങൾക്ക് കിട്ടില്ല, വേറെ കൺട്രിയിലേക്ക് ട്രൈ ചെയ്താലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഇതൊക്കെ ആ ഇൻഫർമേഷൻസൊക്കെ എങ്ങനെ കിട്ടാനാണ്, 10 വർഷം മുമ്പത്തെ കാര്യമാണ് എന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെയല്ല. ആക്ച്വലി ഇവർ ഈ ഒരു വിസ പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ സ്റ്റെപ്പിലും അവരിപ്പോൾ നമ്മുടെ പാസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും അവരൊരു തേർഡ് പാർട്ടി ഏജൻസി വഴി ക്രോസ് ചെക്ക് ചെയ്യും. അപ്പോൾ അവിടെ എല്ലാ കൺട്രീസുമായിട്ട് അവർക്ക് കണക്ഷൻ ഉണ്ടാവും. ആ ഏതൊക്കെ കൺട്രീസിലാണോ നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് പോയിട്ടുള്ളത് ആ കൺട്രി ആയിട്ട് അവർ ടൈ അപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നമ്മുടെ വിസ എന്തെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടോ, നമ്മുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ റെക്കോർഡ്സ് ഉണ്ടോ, നമ്മൾ എന്ത് റീസൺ കൊണ്ടാണ് അവിടെ നിന്ന് വിട്ടുപോയത്, എല്ലാ ഡീറ്റെയിൽസും A to Z അവർക്ക് കിട്ടാൻ പറ്റും. അപ്പം നമ്മൾ ഒരു രീതിയിലും നമ്മുടെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് നമ്മളതൊരിക്കലും ഇഗ്നോർ ചെയ്ത് അതിൽ എഴുതാതെ ഇരിക്കരുത്. അത് നമ്മൾ എഴുതാതെ വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ നമുക്ക് മെയിൽ അയക്കുകയോ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ചെയ്തെന്ന് വരില്ല. കാരണം അവർ ഡയറക്റ്റായിട്ട് നമ്മൾ ഫ്രോഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ അണ്ടറിലിട്ടിട്ട് നമുക്ക് നമ്മുടെ വിസ റിജക്റ്റ് ആക്കും, അല്ലെങ്കിൽ ഇത് ചെയ്യും. കാരണം നമ്മൾ പിന്നീട് അയ്യോ അത് മറന്നുപോയി വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മെയിൽ അയക്കുകയോ കാര്യങ്ങൾ ചെയ്തിട്ട് യാതൊരുവിധ കാര്യമില്ല. അവരൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നല്ലവണ്ണം കെയർഫുള്ളായിട്ട് എന്തൊക്കെ ചില കേസസിലൊക്കെ നമുക്ക് മിസ്സായി പോകും ചില ചെറിയ കാര്യങ്ങൾ. പക്ഷേ ആ ഒരു ചെറിയ കാര്യങ്ങൾ വരെ അവരുടെ അടുത്ത് വരുമ്പോൾ അവർക്കത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് മാറ്ററാണ്. മനസ്സിലായോ? ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എഡ്യൂക്കേഷൻ, അതായത് വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് അവിടെ വിളിച്ച് വെരിഫൈ ചെയ്തപ്പോൾ അവർക്ക് ചെറിയൊരു ഡൗട്ട് വന്നുകൊണ്ട് അവർ ആ ഒരു കേസിന് വേണ്ടിയിട്ട് പിന്നെ 3 പ്രാവശ്യം അവർ വെരിഫൈ ചെയ്ത് കൺഫേം ആക്കിയിട്ടാണ് ഇത് ജെനുവിൻ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അപ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ കേസസിലൊക്കെ അവർ വളരെ ഡീപ്പായിട്ട് പോകും. എന്തെങ്കിലും അവർക്ക് ഒരു ചെറിയ ഡൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ വളരെ ഡീപ്പായിട്ട് പോയിട്ടായിരിക്കും അതിനെ പറ്റിയിട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ആ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്യും. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ വല്ല ഡോക്യുമെൻറ്റ് മിസ്സിങ് അല്ലെങ്കിൽ വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അങ്ങനത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ മോസ്റ്റ്ലി റിജക്റ്റ് ആക്കിയാലും നമുക്ക് പ്രോബ്ലം ഇല്ല, നമുക്ക് റീ അപ്ലൈ ചെയ്യാം PR ആപ്ലിക്കേഷന്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫ്രോഡിൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ വല്ല ക്രിമിനൽ റെക്കോർഡുകളൊക്കെ നമ്മുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കേരളിൽ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വല്ല ജയിലിൻ്റെ വല്ല ഇതൊക്കെ ഉണ്ടോ, അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ അതിൽ വെക്കുമ്പോൾ ഹൈഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഫോൾസിഫൈ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏതെങ്കിലും കൺട്രിയിൽ നിന്ന് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അവർ വിസ റിജക്ഷൻ വന്നിട്ട് നമ്മളത് പ്രോപ്പറായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്കത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മുടെ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് റീ അപ്ലൈ ചെയ്യാനും കൂടി പറ്റില്ല. കാരണം നമുക്ക് നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ PR-ൻ്റെ ഒരു കേസസിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റിലോ എന്തെങ്കിലും കാര്യത്തിൽ എലിജിബിലിറ്റി നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്പീലിന് പോകാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ലോയറെ സമീപിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ ഇങ്ങനെ റിജക്റ്റായി എന്ന് പറഞ്ഞ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ ലോയറിനെ കൊടുത്ത് നമ്മളൊരു എമൗണ്ട് ഫീയും കൊടുക്കണം. ആ ഒരു ഫീയും കൊടുത്തു കഴിയുമ്പോൾ ഈ ലോയർ ഇവിടുത്തെ കോടതിയിൽ പോയിട്ട് കേസ് വാദിക്കും. പക്ഷേ അവർ റിജക്റ്റ് ആക്കിയ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മളിപ്പോൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അവർ എൻക്വയറി ചെയ്തപ്പോൾ അത് ജെനുവിൻ അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു റീസൺ കൊണ്ടാണ് റിജക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ നിങ്ങൾക്കത് ജെനുവിൻ ആണ്, നിങ്ങൾ ആ ഒരു കൊടുത്തിരിക്കുന്ന എല്ലാ പക്ക ഡോക്യുമെൻറ്റ്സും പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു
ഈ പറഞ്ഞ പോലെ അപ്പീലിന് പോവാം നമ്മുടെ PR-ൻ്റെ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട്. അങ്ങനത്തെ കേസസിൽ അത് ആ കോടതി ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്യും. അപ്പം നമുക്ക് അതിന് വേണ്ടതായിട്ടുള്ള അഡീഷണൽ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുക്കാം. അപ്പോൾ ആ ഒരു ലോയർക്ക് അറിയാൻ പറ്റും അത് ഏതൊരു രീതിയിൽ അപ്രോച്ച് ചെയ്താലാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുക എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു രീതിയിൽ അവർ ഗൈഡ് ചെയ്യും. നമ്മളപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തിട്ട് ആ ഒരു ലോയറുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PR അപ്രൂവായി കിട്ടും. അപ്പോൾ അങ്ങനത്തെ കേസസും ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ റെയറാണ്. പക്ഷേ അങ്ങനെ വരാതിരിക്കട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ PR-ന് അപ്ലൈ ചെയ്ത് 2 വർഷം 3 വർഷം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു പീരീഡ് നമുക്ക് ലോസ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് PR-ന് വേണ്ടിയിട്ട് എല്ലാം കൊടുത്ത് ആ ഒരു ഫീസ് സംഭവങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. പിന്നെ നമ്മളൊരു ലോയറെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ഭയങ്കര ഫീസായിരിക്കും. അതൊക്കെ നമുക്ക് അഫോർഡ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം റിപ്പീറ്റായിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. നമ്മൾക്കെല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക്, ഈവൻ എനിക്കാണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു PR-നുള്ള കാനഡയ്ക്കുള്ള എല്ലാം റെഡിയായി, നമ്മുടെ PR-നുള്ള ആപ്ലിക്കേഷൻ വന്നു, നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഭയങ്കര ത്രില്ഡാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം റെഡിയായി, നമ്മൾ സക്സസ്ഫുള്ളായി എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് കെയർലെസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസൊക്കെ ഇതൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പക്ക 100% വെരിഫൈ ചെയ്യാതെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ആപ്ലിക്കേഷൻ വൺസ് പ്രോസസ്സായി ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ക്രിമിനൽ എല്ലാ ഇതും ചെക്ക് ചെയ്യുന്ന പ്രോസസ്സ് വരുമ്പോൾ അവിടെ നമ്മുടെ ഫയൽ സ്റ്റക്കാവും. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റക്കാവും. നമ്മൾ ആ ബിഗിനിങ്ങിൽ ചെയ്ത ആ ഒരു ചെറിയ മിസ്റ്റേക്ക് കൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസ് ഒരുപാട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ റിജക്റ്റ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ PR-ന് അപ്ലൈ ചെയ്തിരിക്കുന്നവരെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നവരെ ഒരുപാട് സ്ട്രെസ് ചെയ്യാനോ അങ്ങനെ ആ ഒരു രീതിയിലല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ PR ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സിംഗപ്പൂർ പഠിച്ചിരുന്ന ആ ഒരു സമയത്ത് എൻ്റെ വിസ റിജക്റ്റ് ചെയ്തത് ഞാൻ അതിൽ മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി. അപ്പോൾ ആ ഒരു കേസസിൽ എൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ ഡിലേ ആയി പോകുന്ന സമയത്ത് നമുക്ക് അതൊരു ഇവിടുത്തെ ഒരു നോർമലാണ് അങ്ങനെ ഡിലേ ആവുന്ന ആ ടൈമിൽ. പക്ഷേ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഈ ഒരു റീസണും കൊണ്ടാണോ അവർ ഈ പറഞ്ഞ പോലെ അവർ ഇത് ഡിലേ ആവുന്നത് എന്ന് പേടിച്ച് ഞങ്ങൾ ടെൻഷൻ അടിച്ചു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഒരു ലോയറെ കോൺടാക്ട് ചെയ്തപ്പോൾ അവരും പറഞ്ഞത് അതാണ്. ആ ഒരു കേസ്, അതായത് നമ്മുടെ വിസ അവിടെ നിന്ന് റിജക്റ്റ് ആയ കേസ് നമ്മുടെ ആപ്ലിക്കേഷനിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവർ കണ്ടുപിടിച്ച് അതൊരു ഫേക്ക് ഇൻഫർമേഷൻ ആണെന്ന് 100% അവർക്ക് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വിസ റിജക്റ്റ് ആവാം. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ സ്റ്റേജ് വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാവുന്ന കാര്യം അത്രേ ഉള്ളൂ. വൺസ് അവർ വിസ റിജക്റ്റ് ആക്കുകയാണെങ്കിൽ റിജക്റ്റ് ആയതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ വക്കീലിനെ കണ്ടിട്ട് കോടതി വഴി അപ്പീലിന് പോയി പിന്നെ വേറൊരു രീതിയിൽ ട്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നു. ഞാൻ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ചാണ് ആ സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തെടുത്ത് പ്രത്യേകിച്ച് പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഏതൊക്കെ കൺട്രിയിൽ പോയിട്ടുണ്ടോ, ഏതൊക്കെ കൺട്രിയിൽ വിസകൾക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടോ, ഏതൊക്കെ കൺട്രിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രിമിനൽ റെക്കോർഡോ അല്ലെങ്കിൽ കേസോ കാര്യങ്ങളോ നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡീറ്റെയിൽസൊക്കെ പക്കയായിട്ട് അവർക്ക് വേണ്ടത് ജെനുവിനിറ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് കാര്യമുണ്ടോ അത് പ്രോപ്പറായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യുക വിത്ത് റീസൺ അടക്കം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ യാതൊരുവിധ നെഗറ്റീവ് എഫക്റ്റും ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് ജെനുവിനിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഫേക്കായിട്ട് സബ്മിറ്റ് ചെയ്യാനോ നോക്കിക്കഴിഞ്ഞാൽ അത് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈവൻ നമുക്കിപ്പോൾ ഒരു AIPP എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ലാസ്റ്റ് 1.5 ഇയറിൻ്റെ എക്സ്പീരിയൻസ് മതി. അപ്പോൾ നമ്മൾ ആ ഒരു 1.5 ഇയറിൻ്റെ എക്സ്പീരിയൻസാണ് അവർ കൺസിഡർ ചെയ്യുക. പക്ഷേ നമ്മൾ വെറുതെ അത് പൊലിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പഴയ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് കയറ്റി കാണിച്ച് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ
അപ്പോൾ നിങ്ങൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് എന്തൊക്കെയാണോ എലിജിബിലിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ ആ ഒരു സംഭവം മാത്രം നമ്മൾ കാണിച്ചാൽ മതി. ആ ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് മാത്രം, ആ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമ്മൾ പക്കയാണെന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഏതെങ്കിലും കൺട്രികളിൽ വിസ റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ കാരണം ആ ആപ്ലിക്കേഷൻ ഫോമിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏതെങ്കിലും കൺട്രിയിൽ ഇന്ന ടൈം പീരീഡിൽ നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ടൈമിൽ നിങ്ങളുടെ വിസ ഏതെങ്കിലും കൺട്രിയിലെ റിജക്റ്റ് ആയിട്ടുണ്ടോ. അങ്ങനെ റിജക്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ എവിടെയൊക്കെയാണ് അവർ ചോദിക്കുന്നത് ആ സ്ഥലങ്ങളിലൊക്കെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അവർക്ക് ഉപകാരമായിരിക്കും. കുറച്ചും കൂടി നമ്മുടെ ആ ഒരു PR-ൻ്റെ പ്രോസസ്സ് ഫാസ്റ്റ് ആവാനായിട്ട് ഗുണം ചെയ്യും. ഇനിയിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ PR അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ചില കേസസ് ഇങ്ങനെ മിസ് ഔട്ട് ആയിട്ട് പോയവരുണ്ടാവും. ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓൺ പ്രോസസ്സിങ്ങിൽ നടക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മോസ്റ്റ് ഓഫ് ദി കേസസ്, ഇപ്പോൾ എൻ്റെ കേസിൽ ഞാനത് മെൻഷൻ ചെയ്യാത്തത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തില്ല. അത് എന്തോ ഭാഗ്യം കൊണ്ട് എന്നെ ക്ലിയറായി PR അപ്രൂവായി കിട്ടി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ, പക്ഷേ അത് എൻ്റെ കേസ് എന്ന് പറഞ്ഞത് ഞാൻ പഠിക്കുന്ന സമയത്ത് വിസ അപ്ലൈ ചെയ്തിട്ട് അവർ ആ ഒരു എലിജിബിലിറ്റി മീറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ് അവർ റിട്ടേൺ അയക്കുകയാണ് ഡോക്യുമെൻ്റ് ചെയ്തത്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടാവാം, അത് പ്രോപ്പറായിട്ടുള്ളൊരു റിജക്ഷൻ അല്ല എൻ്റെ വിസ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം അവരത് ഐഡൻറ്റിഫൈ ചെയ്യാതെ ഇരുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ PR-ന് അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നവർ, നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൽ നിങ്ങൾ മിസ്സായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സ്റ്റേജിലൊന്നും ചെയ്യാനില്ല, വെയിറ്റ് ചെയ്യുക. അവർ ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് വെബ് ഫോം വഴി മെയിൽ അയക്കും. അപ്പം നിങ്ങൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള പ്രോപ്പർ ഡോക്യുമെൻറ്റ്സൊക്കെ വെച്ചിട്ട് അവർക്ക് അയയ്ക്കുക. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാവുന്ന ഈ ഒരു സ്റ്റേജിൽ ചെയ്യാവുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്ത ഇൻഫർമേഷൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സൊക്കെ കളക്ട് ചെയ്ത് നിങ്ങൾ റെഡിയാക്കി വെക്കുക. ഇൻ കേസ് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അവർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ആ ഒരു ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും എന്താ പറയുക, ഒരു PR എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. കാരണം എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു ഏജൻസിയും ഹെൽപ്പ് ചെയ്തിട്ടില്ല ത്രൂ ഔട്ട്. ഞാൻ തന്നെയാണ് പേഴ്സണലി നമ്മുടെ ബ്രദറിനെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് എടുത്ത് എല്ലാവരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് PR-നായതും വർക്ക് പെർമിറ്റിനായിട്ടുള്ള ആപ്ലിക്കേഷൻസൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ഒരു ഏജൻസിയോ ആരും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനെ തറവായിട്ട് പറയുന്നത്. മോസ്റ്റ്ലി ചില ഇതിലൊക്കെ ഏജൻസികളൊക്കെ ചില ആപ്ലിക്കേഷൻസൊക്കെ ഫില്ല് ചെയ്യുമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന കേസസിലും നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് അവർ ചിലപ്പോൾ ചില ആപ്ലിക്കേഷൻസിൽ സൈൻ ചെയ്യാൻ പറയും. ആ സൈൻ ചെയ്യുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ കണ്ണടച്ച് സൈൻ ചെയ്യാതെ ആ ആപ്ലിക്കേഷൻസ് ഫുള്ള് വായിച്ച് നോക്കുക. കാരണം അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് അവരവരുടെ ആ ഒരു എന്താ പറയുക, ചെറിയൊരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും പോകാനുള്ളത് നമുക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ സൈൻ ചെയ്യുന്നതിനൊക്കെ മുമ്പ് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. നമ്മുടെ പേര്, സ്പെല്ലിങ്, കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം പക്കയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ സൈൻ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് PR അപ്രൂവായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അതുവരെ ബി സേഫ് ആൻഡ് ബൈ ബൈ.